സൺഡേ ആയിട്ട് എന്താ പരിപാടി എല്ലാവർക്കും? ഇത്തിരി ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി നോക്കിയാലോ? സൺഡേ ആയാലും എല്ലാവരുടെ വീട്ടിലും നോൺ വെജ് ആയിരിക്കും അല്ലേ? അപ്പം ഞാനും ഇന്നൊരു ചിക്കൻ കറിയുടെ റെസിപ്പി തരാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ മേടിച്ചു കൊണ്ടുവന്നു. പിന്നെ ഒരു ചീനച്ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ചു. നമ്മുടെ മസാല ഐറ്റംസ് എല്ലാം പട്ട, ഗ്രാമ്പൂ എല്ലാ സാധനങ്ങളും അതിലോട്ട് ഇട്ടു. ഇട്ട് കഴിഞ്ഞ് കുരുമുളകും നമ്മൾ ശകലം ഇടണം കേട്ടോ. നമുക്ക് എരിവിന് ഇതും പച്ചമുളകും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഉള്ളി, സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഒത്തിരി വഴറ്റാനൊന്നും കുഴപ്പമില്ല, ഒരു ശകലം. പിന്നെ അതിലോട്ട് നമ്മൾ ചേർക്കുന്നത് മല്ലിയില, പുതിനയില. നമുക്ക് എത്ര കൈ കിട്ടുന്നോ അത് അത്ര അതിലോട്ട് ഇടുക. നന്നായിട്ട് വാടി കഴിയുമ്പോഴത്തേക്ക് അരച്ച് മാറ്റി വെക്കണം. പിന്നെ നമ്മുടെ ഒരു കുക്കറിലോട്ട് വെണ്ണയോ നെയ്യോ എണ്ണയോ, ഞാൻ എണ്ണയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിലോട്ട് എണ്ണ ഒഴിച്ച് ശകലം ചിക്കനും ഇട്ട് പിന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല ഇത്രയും ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കുറച്ച് നേരം മാറ്റി വെക്കണം. മാറ്റി വെക്കല അടുപ്പേ തന്നെ ഒന്ന് വേവിക്കാൻ വിടുക. വിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഈ അരപ്പ് അതിനകത്ത് നമ്മൾ ചേർക്കുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ വെള്ളവും നമ്മൾ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ കുക്കറൊന്ന് അടച്ച് ഒരു വിസിൽ മതി കേട്ടോ. കാരണം ഇത് ബോയിലർ ചിക്കൻ ആയതുകൊണ്ട് നമുക്ക് ഒരു വിസിൽ മതി. അപ്പം അടച്ച് വെച്ച് നമ്മൾ നന്നായിട്ട് വേവിച്ചെടുത്ത് കഴിഞ്ഞ് മാറ്റി വെക്കുക. ഇറക്കി കഴിയുമ്പോഴത്തേക്കും നമ്മളതിൻ്റെ മുകളിൽ ശകലം മല്ലിയില ചേർക്കണം. പിന്നെ ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് ഒഴിക്കുക. എൻ്റെ കയ്യിൽ ചെറുനാരങ്ങ ഇല്ലാത്തത് കൊണ്ടായിരുന്നു ഞാൻ ഇടാത്തത്. ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് നല്ല വെള്ളം പോലെ ഇരിക്കുന്നൊന്നല്ല, നല്ല കുറുകി അങ്ങ് കിട്ടും നമുക്ക്. പിന്നെ ഞങ്ങൾ ഇന്നിവിടെ ദോശയാണ് ഉണ്ടാക്കിയത്. ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ സൂപ്പർ ടേസ്റ്റാണിത്. ചാറോടുകൂടി നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പം പലർക്കും ചാറ് വേണമെന്ന് പറയും, കഷ്ണം വേണ്ട, ചാറ് വേണ്ട എന്ന് പറയുന്നവർക്ക് ഇങ്ങനെ ഒരു ഡിഷ് ഉണ്ടാക്കി കൊടുക്കുക. കഴിച്ചിട്ട് ഇതിൻ്റെ അഭിപ്രായം പറയുക. അപ്പോൾ എല്ലാവർക്കും ബായ്.